ചാപ്റ്ററിൽ നിന്നുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. യെസ്, സ്ക്രീൻ വിസിബിൾ ആണല്ലോ അല്ലേ? എനിവൺ പ്ലീസ് റെസ്പോണ്ട്. Yes, sir. Okay. Question, ആദ്യത്തെ question. It is given that the events A and B such that probability of A is equal to 1 by 4. Probability of A is equal to 1 by 4. Probability of A given B is equal to 1 by 2. And probability of B given A is equal to 2 by 3. Then probability of B എന്നാണ് ചോദ്യം. ഓപ്ഷൻ എ 1 by 6, ഓപ്ഷൻ ബി 1 by 3, ഓപ്ഷൻ സി 2 by 3, ഓപ്ഷൻ ഡി 1 by 2. ഓക്കെ, ക്വസ്റ്റ്യനിൽ എന്താണ് പറയുന്നത്? കണ്ടീഷണൽ പ്രോബബിലിറ്റി എന്ന ചോദ്യമാണ് അല്ലെ. ഗിവൺ എന്ന് പറയുമ്പോൾ അതൊരു കണ്ടീഷനാണ്. അപ്പൊ കണ്ടീഷണൽ പ്രോബബിലിറ്റിയിൽ നിന്നുള്ള ചോദ്യമാണെന്ന് നമുക്ക് മനസ്സിലാവും. എയും ബിയും ഈവൻസ് ആണ്. എ എന്ന് പറയുന്ന ഈവന്റ് സംഭവിക്കാനുള്ള പ്രോബബിലിറ്റി എന്ന് പറയുന്നത് 1 by 4 ആണ്. പ്രോബബിലിറ്റി ഓഫ് എ ഗിവൺ ബി തന്നിട്ടുണ്ട്, ബി ഗിവൺ എ തന്നിട്ടുണ്ട്. പ്രോബബിലിറ്റി ഓഫ് ബി ആണ് വേണ്ടത്. ശ്രദ്ധിച്ചിരിക്കണേ. പ്രോബബിലിറ്റി ഓഫ് എ ഗിവൺ ബി എന്ന് പറഞ്ഞാൽ എന്താണ് സംഭവം? പ്രോബബിലിറ്റി ഓഫ് എ ഗിവൺ ബി എന്ന് പറഞ്ഞാൽ probability of A intersection B divided by probability of B ആണ് അല്ലെ. probability of A given B എന്ന് പറഞ്ഞാൽ probability of A intersection B by probability of B ആണ്. And probability of B given A എന്ന് പറഞ്ഞാലോ, probability of B given A എന്ന് പറഞ്ഞാൽ probability of A intersection B divided by probability of A ആണ്. probability of B given A എന്ന് പറഞ്ഞാൽ probability of A intersection B by probability of A ആണ്. probability of B given A നമുക്ക് തന്നിട്ടുണ്ട്, എന്താണ്? 2 by 3 ആണ്. അപ്പോൾ അത് 2 by 3 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. is equal to probability of A intersection B divided by probability of A യുടെ പ്ലേസിലോട്ട് 1 by 4 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പൊ അവിടെ നമുക്ക് എന്ത് കിട്ടും? പ്രോബബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി എന്ന് പറഞ്ഞാൽ എന്താണ്? 2 by 3 ഇൻറ്റു 1 by 4. 2ഉം 4ഉം കട്ട് ചെയ്യാൻ 2 വരും. 1 by 6 വരും അല്ലെ. 1 by 6. പ്രോബബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി എന്ന് പറഞ്ഞാൽ എന്താണ്? 1 by 6. ഇനി നമുക്ക് ഈ ലെഫ്റ്റ് സൈഡിലെ ഇക്വേഷൻ പ്രോബബിലിറ്റി ഓഫ് എ ഗിവൺ ബിയുടെ പ്ലേസിലോട്ട് എന്ത് കൊടുക്കാം? നമുക്ക് 1 by 2 കൊടുക്കാം. ദാറ്റ് ഈസ് ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി നമ്മളിപ്പോൾ കണ്ടുപിടിച്ചു, എന്താണ്? 1 by 6 ആണ്. ദാറ്റ് ഡിവൈഡഡ് ബൈ പ്രോബബിലിറ്റി ഓഫ് ബി. ക്ലിയർ ആണല്ലോ? ഇവിടെ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? പ്രോബബിലിറ്റി ഓഫ് ബി കണ്ടുപിടിക്കാം. പ്രോബബിലിറ്റി ഓഫ് ബി നേരെ ലെഫ്റ്റ് സൈഡിലേക്ക് എടുക്കുക, 1 by 2 നേരെ താഴേക്ക് എടുക്കുക. അപ്പൊ എന്ത് വരും? പ്രോബബിലിറ്റി ഓഫ് ബി ഈസ് ഈക്വൽ ടു, ശ്രദ്ധിച്ചിരിക്കണേ, probability of B is equal to എന്ത് വരും? 1 by 6 by 1 by 2 എന്ന് വരും. ശരിയല്ലേ? 1 by 6 ഡിവൈഡഡ് ബൈ 1 by 2. തിരിച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2 മുകളിൽ പോവും. 2 by 6 വരും. കട്ട് ചെയ്താൽ 1 by 3 വരും. ശരിയാണല്ലോ? സോ ഓപ്ഷൻ ബി ആണ് ആൻസർ വരിക. 1 by 3. ഓപ്ഷൻ ബി 1 by 3 ആണ് ആൻസർ വരിക. നല്ല ക്വസ്റ്റ്യൻ ആണ്, മനസ്സിലാക്കി പഠിക്കുക. കണ്ടീഷണൽ പ്രോബബിലിറ്റി ആയിട്ട് ബന്ധപ്പെട്ട ചോദ്യമാണ്. ഇക്വേഷൻസ് പഠിച്ചു വെക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സംഭവം. പ്രോബബിലിറ്റി ഓഫ് എ ഗിവൺ ബി എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രോബബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ബൈ പ്രോബബിലിറ്റി ഓഫ് ബി ആണ്. പ്രോബബിലിറ്റി ഓഫ് ബി ഗിവൺ എ എന്ന് പറഞ്ഞാലോ പ്രോബബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ഡിവൈഡഡ് ബൈ പ്രോബബിലിറ്റി ഓഫ് എ ആണ്. ഇത് ഓർത്തിരിക്കാനുള്ള എളുപ്പവഴി എന്താണ്?
ഗിവൺ എന്ന് പറയുന്നത് ആരാണോ, ഇപ്പൊ ഗിവൺ ബി ആണെങ്കിൽ പ്രോബബിലിറ്റി ഓഫ് ബി ഡിനോമിനേറ്ററിൽ വരും. ഗിവൺ എ ആണെങ്കിൽ പ്രോബബിലിറ്റി ഓഫ് എ ആയിരിക്കും എവിടെ വരുന്നുണ്ടാവുക, ഡിനോമിനേറ്ററിലേക്ക് വരുന്നുണ്ടാവുക. ഓക്കെ ആണേ, സെറ്റ് ആണെന്ന് വിചാരിക്കുന്നു. രണ്ടാമത്തെ ചോദ്യം നോക്കാം നമുക്ക്. Question number 2. Six boys and six girls. 6 boys and 6 girls sit in a row. Randomly. Sit in a row randomly. The probability that all 6 girls sit together. All 6 girls sit together. The probability that all 6 girls sit together. Option A 1/64. Option B 1/8. Option C 1/132. Option D none of these. ആൻസർ അങ്ങനെ വരും. 6 ബോയ്സും 6 ഗേൾസും ഒരു റോയിൽ സിറ്റ് ചെയ്യാണ്, ഒരു റോയിൽ ഒരുമിച്ചിരിക്കുകയാണ്. 6 ബോയ്സ് ആൻഡ് 6 ഗേൾസ് സിറ്റ് ഇൻ എ റോ റാൻഡംലി. അത് അവിടെ ഇവിടെയൊക്കെ ആയിട്ടാണ് അവർ ആക്ച്വലി ഇരിക്കുന്നത്. നമുക്ക് 6 ഗേൾസും ഒരുമിച്ചിരിക്കാനുള്ള പ്രോബബിലിറ്റി ആണ് വേണ്ടത്, അല്ലെ? അപ്പൊ നമുക്ക് പ്രോബബിലിറ്റി ഓഫ് ഓൾ ഗേൾസ് സിറ്റ് ടുഗദർ ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് എന്താണ്? നമ്പർ ഓഫ് ഫേവറബിൾ ഔട്ട്കംസ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട്കംസ്. അപ്പൊ ഇവിടെ അറേഞ്ച്മെന്റ് ആണ് നമ്മൾ ചെയ്യേണ്ടത്, അല്ലെ? ഇത് ആക്ച്വലി 2 ചാപ്റ്ററിന്റെ കോമ്പിനേഷൻ ആണ്. പെർമ്യൂട്ടേഷനിലെ നോളജ് നമുക്ക് വരുന്നുണ്ട്. ഈ ഒരു ക്വസ്റ്റ്യനിലെ പ്രത്യേകത എന്താണ്? പെർമ്യൂട്ടേഷനകത്തെ നോളജ് നമുക്ക് ആവശ്യം വരുന്നുണ്ട്, പ്ലസ് പ്രോബബിലിറ്റിയിലെ നോളജ് നമുക്ക് ആവശ്യം വരുന്നുണ്ട്. ഏറ്റവും കൂടുതൽ ഇന്റർ ചാപ്റ്റർ ലിങ്കിങ് ആയിട്ട് വരുന്നത്, ചാപ്റ്ററുകൾ കണക്ട് ചെയ്ത് വരുന്ന ഒരു സെക്ഷനാണ് ഈ പറയുന്ന പെർമ്യൂട്ടേഷനും പ്രോബബിലിറ്റി. 6 boys and 6 girls sit in a row randomly. അപ്പം നമ്മുടെ മൊത്തവും നമുക്ക് 12 പേരുണ്ട്. അപ്പൊ നമ്മൾ ബോക്സ് വരച്ച് ചെയ്യുന്ന മെത്തേഡ് ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾ ഓഫ് കൗണ്ടിങ് ആണെങ്കിൽ 12 പേരെ അറേഞ്ച് ചെയ്യണമെങ്കിൽ 12 ബോക്സ് വരയ്ക്കണം. 1 2 3 4 5 6 7 8 9 1 3 1 2 3 4 5 6 7 8 9 10 11 12. ഓക്കെ, ഈ 12 പേരെയാണ് എനിക്ക് അറേഞ്ച് ചെയ്യേണ്ടത്. 12 പേരെ അറേഞ്ച് ചെയ്യേണ്ടത് കൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു? 12 ബോക്സ് വരച്ചു. അപ്പൊ ഇതിനകത്ത് 6 ഗേൾസിനെ ഞാൻ ഒരുമിച്ചിരുത്തണം. അപ്പൊ ഗേൾ 1, ഗേൾ 2, ഗേൾ 3, ഗേൾ 4, ഗേൾ 5, ഗേൾ 6. 6 ഗേൾസിനെ ഒരുമിച്ചിരുത്തി. ഇനി എൻ്റെ 6 ബോയ്സ് ഉണ്ട്. അപ്പൊ ബാക്കിയുള്ള ഇത്രയും പൊസിഷൻസിൽ ആരായിരിക്കും? ബോയ്സ് ആയിരിക്കും, അല്ലെ? ബാക്കിയുള്ള ഇത്രയും പൊസിഷൻസിൽ ബോയ്സ് ആയിരിക്കും. ഇപ്പൊ ടോട്ടലി നമ്മുടെ ലക്ഷ്യം എന്താണ്? ഈ ഗേൾസ് ഒരുമിച്ചായിരിക്കണം. ഈ 6 പേരെ ഒരുമിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് മാറ്റാം. അപ്പൊ ഇത് ആക്ച്വലി ഇത്രയും പേര് ഒറ്റൊരാളുടെ എഫക്റ്റേ ഉള്ളൂ ഇവിടെ. അപ്പൊ നമുക്ക് 6 ബോയ്സ് ഉണ്ട്. ഗേൾസ് എങ്ങോട്ട് പോയാലും ഒരുമിച്ചാണ് പോകുന്നത്. അപ്പം 6 ഇത് സിംഗിൾ എഫക്റ്റ് ആണ്, അല്ലെ? എങ്ങോട്ട് പോയാലും ഒരുമിച്ചാണ് പോകുന്നതെങ്കിൽ സിംഗിൾ എഫക്റ്റ് ആണ്. ടോട്ടൽ ഫാക്ടോറിയൽ എടുക്കുമ്പോൾ 6 + 1 7 ഫാക്ടോറിയൽ ഇൻറ്റു
ഓക്കെ, ഇനി ടോട്ടൽ നമ്പർ ഓഫ് അറേഞ്ച്മെന്റ്. അപ്പോൾ ബോയ്സിന്റെ അറേഞ്ച്മെന്റ് അവിടെ ഓൾറെഡി കഴിഞ്ഞു, ഒരുമിച്ച് പോകുന്ന ഗേൾസിന്റെ അറേഞ്ച്മെന്റും കഴിഞ്ഞു. ഇനി ആ ഒരുമിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നു എന്നുള്ള അറേഞ്ച്മെന്റേ കഴിഞ്ഞിട്ടുള്ളൂ. ഇനി ഗേൾസിന് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിരിക്കാം, ശരിയല്ലേ? ഈ 6 ഗേൾസിന് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിരിക്കാം. അങ്ങനെയാണെങ്കിലും ടുഗദർ എന്നുള്ള കണ്ടീഷൻ അവിടെ ബ്രേക്ക് ചെയ്യപ്പെടുന്നില്ല. അപ്പൊ 6 ഗേൾസ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിരിക്കാനുള്ള ചാൻസ് എത്രയാണ്? 6 ഫാക്ടോറിയൽ ചാൻസ് ഉണ്ട്, അല്ലെ? n ആൾക്കാര് അറേഞ്ച് ചെയ്യുന്നത് n ഫാക്ടോറിയൽ വഴികളിലൂടെയാണ്. ഇനി മൊത്തം എത്ര പേരുണ്ട്? 6 6 12 പേര്. അപ്പൊ 12 പേരെ അങ്ങോട്ടും ഇങ്ങോട്ടും അറേഞ്ച് ചെയ്യാനുള്ള ചാൻസ് ആണ് ഡിനോമിനേറ്ററിൽ വരേണ്ടത് 12 ഫാക്ടോറിയൽ. പ്രോബബിലിറ്റിയുടെ ഡെഫിനിഷൻ അറിയാലോ. ഇതാണ് ഫേവറബിൾ ഔട്ട്കം. ഫേവറബിൾ ഔട്ട്കം ഡിനോമിനേറ്ററിൽ വരുന്ന ആളാണ് എന്ത്? ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട്കം. ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട്കം. പ്രോബബിലിറ്റി ഡെഫിനിഷൻ എന്താണ്? നമ്പർ ഓഫ് ഫേവറബിൾ ഔട്ട്കംസ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട്കംസ്. ഇത് ചെയ്തെടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ജോലി. കാൽക്കുലേറ്റർ ഇല്ല കയ്യിൽ, അത് ആലോചിക്കണം. നമ്മൾ ചെയ്യേണ്ടത് ഇങ്ങനെയാണ്. 7 ഫാക്ടോറിയൽ അത് അതേപോലെ തന്നെ ഇടുക. 6 ഫാക്ടോറിയൽ എക്സ്പാൻഡ് ചെയ്യുക. 6 ഇൻറ്റു 5 ഇൻറ്റു 4 ഇൻറ്റു 3 ഇൻറ്റു 2 ഇൻറ്റു 1 ഡിവൈഡഡ് ബൈ 12 ഫാക്ടോറിയലിനെ എങ്ങനെ എഴുതാം? 12 ഇൻറ്റു 11 ഇൻറ്റു 10 ഇൻറ്റു 9 ഇൻറ്റു 8 ഇൻറ്റു 7 ഫാക്ടോറിയൽ എന്ന് എഴുതാം, ശരിയല്ലേ? ബാക്കി വരുന്നത് 7 ഇൻറ്റു 6 ഇൻറ്റു 5 ഇൻറ്റു 4 ഇൻറ്റു 3 ഇൻറ്റു 2 ഇൻറ്റു 1 ആണ്. അപ്പൊ അത് 7 ഫാക്ടോറിയൽ എന്ന് എഴുതാം. എന്നിട്ട് നമുക്ക് എന്തൊക്കെ ക്യാൻസൽ ചെയ്ത് കളയാം? 7 ഫാക്ടോറിയലും 7 ഫാക്ടോറിയലൂടെ വെട്ടാം. ഈ ബാക്കി വെട്ടാനുള്ളവർ നോക്കാം. 6ഉം 12ഉം വെട്ടിയാൽ 2 വരും. 5ഉം 10ഉം വെട്ടിയാൽ 2 വരും. 2ഉം 4ഉം 8ഉം കൂടെ വെട്ടാം. 3ഉം 9ഉം വെട്ടിയാൽ 3 വരും. ഇനി മുകളിൽ ബാക്കി ഒന്നുമില്ല, എല്ലാരും പോയി, അല്ലെ? മുകളിൽ ഇനി 1 ഉള്ളൂ. താഴെ 2 ഉണ്ട്, 11 ഉണ്ട്, ഒരു 2 ഉണ്ട്, 3 ഉണ്ട്. 1/23 6, ഈ 6 12. 1/12 ഇൻറ്റു 11 1/131. 1/132. 1/132. 12 ഗുണം 11 സംശയം ഉണ്ടെങ്കിൽ നോക്കിയാൽ മതി. 132 വരും. ഓപ്ഷൻ സി ആണ് ആൻസർ വരിക. 1/132. 1/132. 1/132. ഇത് നല്ല ക്വസ്റ്റ്യൻ ആണ്, മനസ്സിലാക്കി പഠിക്കുക, വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇത് 2021 NDA പരീക്ഷയ്ക്ക് വന്ന ചോദ്യമാണ്. ഇനി അടുത്ത 3ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. Let A and B are two events. And probability of A complement is equal to 0.3. Probability of B is equal to 0.4. Probability of A intersection B complement is equal to 0.5. Then probability of A union B complement is option A 0.5, option B 0.8, option C 1, option D 0.1. Yes. നമുക്ക് കണ്ടുപിടിക്കേണ്ട എന്താണ് നോക്കൂ. പ്രോബബിലിറ്റി ഓഫ് എ യൂണിയൻ ബി കോംപ്ലിമെന്റ് ആണ്. നമുക്കറിയാവുന്ന ഇക്വേഷൻ എന്തുവാ? പ്രോബബിലിറ്റി ഓഫ് എ യൂണിയൻ ബിയുടെ ഇക്വേഷൻ നമുക്കറിയാം.
എന്താണ് പ്രോബബിലിറ്റി ഓഫ് എ യൂണിയൻ ബി എന്ന് പറഞ്ഞാൽ പ്രോബബിലിറ്റി ഓഫ് എ പ്ലസ് പ്രോബബിലിറ്റി ഓഫ് ബി മൈനസ് പ്രോബബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി. ഇതാണ് എന്തെന്ന് പറയുന്നത് പ്രോബബിലിറ്റി ഓഫ് എ യൂണിയൻ ബി എന്ന് പറയുന്നത്. ശരിയല്ലേ? പ്രോബബിലിറ്റി ഓഫ് എ യൂണിയൻ ബിയുടെ ഇക്വേഷൻ ആണ് പ്രോബബിലിറ്റി ഓഫ് എ പ്ലസ് പ്രോബബിലിറ്റി ഓഫ് ബി മൈനസ് പ്രോബബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി. അപ്പൊ അവിടെ ബി മാറ്റിക്കൊണ്ട് ബി കോംപ്ലിമെന്റ് ആണ് വന്നേക്കുന്നത്. അപ്പൊ ഇക്വേഷനകത്ത് ബി മാറ്റി എന്താക്കിയാൽ മതി? ബി കോംപ്ലിമെന്റ് ആക്കിയാൽ മതി. പ്രോബബിലിറ്റി ഓഫ് എ പ്ലസ് പ്രോബബിലിറ്റി ഓഫ് ബി കോംപ്ലിമെന്റ് മൈനസ് പ്രോബബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ്. ഇനി നമുക്ക് പ്രോബബിലിറ്റി ഓഫ് എ വേണം. അതിനുവേണ്ടിയാണ് പ്രോബബിലിറ്റി ഓഫ് എ കോംപ്ലിമെന്റ് തന്നിരിക്കുന്നത്. പ്രോബബിലിറ്റി ഓഫ് എ കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ 0.3 ആണ്. അവിടുന്ന് പ്രോബബിലിറ്റി ഓഫ് എ എന്ന് പറയുന്നത് എന്ത് വരും? 1 മൈനസ് പ്രോബബിലിറ്റി ഓഫ് എ കോംപ്ലിമെന്റ്. 1 മൈനസ് 0.3 0.7 ആണ്. പ്രോബബിലിറ്റി ഓഫ് എയും പ്രോബബിലിറ്റി ഓഫ് എ കോംപ്ലിമെന്റോട് കൂട്ടിയ 1 ആണ്. അപ്പം പ്രോബബിലിറ്റി ഓഫ് എ എന്ന് പറയുന്നത് എന്താണ്? 0.7. പ്രോബബിലിറ്റി ഓഫ് ബി കോംപ്ലിമെന്റ്, പ്രോബബിലിറ്റി ഓഫ് ബി തന്നിട്ടുണ്ട് എന്താണ്? 0.4 ആണ്. പ്രോബബിലിറ്റി ഓഫ് ബി കോംപ്ലിമെന്റ് വേണമെങ്കിൽ അത് 1 നിന്ന് കുറച്ചാൽ മതി. 1 മൈനസ് പ്രോബബിലിറ്റി ഓഫ് ബി 1 മൈനസ് 0.4 0.6. പ്രോബബിലിറ്റി ഓഫ് ബി കോംപ്ലിമെന്റിന് പകരം 0.6 മൈനസ് പ്രോബബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 0.5. എന്ത് വരും? 0.7. 0.6 നിന്ന് 0.5 പോയാൽ 0.1. 0.67 0.1 കൂട്ടി 0.8 വരും. ആൻസർ ഓപ്ഷൻ ബി. 0.7 0.1 കൂടെ കൂട്ടി 0.8 ആണ് ആൻസർ വരിക. ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം. യെസ്. അടുത്ത ക്വസ്റ്റ്യൻ, 4ാമത്തെ ചോദ്യം. Unbiased die is thrown. Unbiased die is thrown, comma, probability that outcome is greater than 4 is. Probability that outcome is greater than 4 is. Option A 3/4. Option B 4/5. Option C 1/3. Option D 5/6. ഒരു അൺബയാസ്ഡ് ഡൈ. ഡൈ എന്ന് പറഞ്ഞാൽ അറിയാം, ഏണിയും പാമ്പും കളിക്കുന്നതിൽ നമ്മൾ എറിയുന്ന സാധനമാണ് ഡൈ എന്ന് പറയുന്നത്. അതിന് 6 ഫേസ് ആണുള്ളത്. 1 മുതൽ 6 വരെ എഴുതിയ സംഖ്യകളാണ് ഡൈയിലുള്ളത്. നിങ്ങൾക്കറിയാം. ഒരു അൺബയാസ്ഡ് ഡൈ നമ്മൾ ത്രോ ചെയ്യാണ്. അങ്ങനെയാണെങ്കിൽ അതിന്റെ സാമ്പിൾ സ്പേസ് നമുക്ക് എഴുതാൻ അറിയാം. എന്താണ്? 1 വരാം, 2 വരാം, 3 വരാം, 4 വരാം, 5 വരാം, 6 വരാം. അപ്പൊ മൊത്തം 6 ഔട്ട്കംസ് ആണ് ഉള്ളത്. ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട്കംസ് എന്ന് പറയുന്നത് 6 ആണ്. ഔട്ട്കം എന്ന് പറയുന്നത് 4നേക്കാൾ കൂടുന്ന ഈവന്റ് എന്ന് പറയുന്നത് 2 പേരേ ഉള്ളൂ. അതൊക്കെയാണ് 5ഉം 6ഉം ആണ് അല്ലെ. അപ്പൊ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട്കംസ് 6, ഫേവറബിൾ ഔട്ട്കംസ് 2 എണ്ണം. 2/6 കട്ട് ചെയ്താൽ 1/3. ഓപ്ഷൻ സി 1/3 ആണ് ആൻസർ വരിക. ക്ലിയർ അല്ലേ? ഓപ്ഷൻ സി 1/3 ആണ് ആൻസർ വരിക. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആൻഡ് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ. അടുത്ത ചോദ്യം, 5ാമത്തെ ക്വസ്റ്റ്യൻ. Probability of obtaining
sum 8 in a single throw of two dice is option A 1/36, option B 5/36, option C 4/36, option D 6/36. ഓക്കെ, രണ്ട് ഡൈ നമ്മൾ ത്രോ ചെയ്യാണ്. രണ്ട് ഡൈ ത്രോ ചെയ്യുമ്പോൾ നമുക്കറിയാം സാമ്പിൾ സ്പേസ് എന്ന് പറയുന്നത് എന്താണ്. രണ്ട് ഡൈ ത്രോ ചെയ്യുമ്പോൾ ഉള്ള സാമ്പിൾ സ്പേസ് എന്ന് പറയുന്നത് 1 1 വരാം, 1 2 വരാം, 1 3 വരാം, അങ്ങനെ പോയി 1 6 വരാം, 2 1 വരാം, 2 2 വരാം, പോയി 2 6 വരാം, അങ്ങനെ 3 1 4 1 5 1 6 1. ഇതിങ്ങനെ പോയി 6 6 വരെ വരാം. ഓക്കെ, ഇതിന്റെ ഇടയ്ക്ക് ആൾക്കാരുണ്ട്. ടോട്ടലി എത്ര ആൾക്കാരുണ്ടെന്ന് പറയാം? 36 അല്ലെ? 6 × 6 36 ആണ്. N of S എന്ന് പറയുന്നത് നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ സാമ്പിൾ സ്പേസ് എന്ന് പറയുന്നത് എത്രയാണ്? 36 ആണ്. ഒരു ഡൈ 2 പ്രാവശ്യം ത്രോ ചെയ്യുകയാണെങ്കിൽ സാമ്പിൾ സ്പേസിൽ 36 എലമെന്റ്സ് ഉണ്ടാവും. ഒരു പ്രാവശ്യം എറിയുമ്പോൾ 6, 2 പ്രാവശ്യം എറിയുമ്പോൾ 6 × 6, 3 പ്രാവശ്യം എറിഞ്ഞാൽ 6 × 6 × 6, അതങ്ങനെയാണ് പൊയ്ക്കൊണ്ടിരിക്കുക. 4 പ്രാവശ്യം എറിഞ്ഞാൽ 6⁻n ആണ് സാമ്പിൾ സ്പേസിലെ എലമെന്റ്സ് എന്ന് പറയുന്നത്. N of S എന്ന് പറയുന്നത് എന്താണെന്ന് മനസ്സിലായി നമുക്ക്. 36 ആണ് എന്ന് മനസ്സിലായി. ഇനി അടുത്ത എന്താണ് പറയുന്നത്? നമുക്ക് ഈ 36 എലമെന്റ്സ് ഉള്ളതിൽ ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട്കംസ് ആണ് 36, നമ്പർ ഓഫ് ഫേവറബിൾ ഔട്ട്കംസ് ആണ് പ്രോബബിലിറ്റി ഡെഫിനിഷൻ അനുസരിച്ച് ന്യൂമറേറ്ററിൽ വരേണ്ടത്. ഫേവറബിൾ ഔട്ട്കം എന്താണ്? സം 6 വരണം, ശരിയല്ലേ? സം 6 വരുന്നതാണ് ഫേവറബിൾ ഔട്ട്കംസ്. ഇതിനകത്ത് സം 6 വരുന്ന ആരൊക്കെ ഉണ്ടാവും? സം 6 വരുന്ന ആരൊക്കെയാണ്? സം 6 വരുന്നത് 6ഉം 2ഉം എടുത്താൽ നമുക്ക് സം 6 കിട്ടും അല്ലെ? പിന്നെ അത് തന്നെ തിരിച്ചു വിടാം, 2ഉം 6ഉം എടുക്കാം. പിന്നെ 5ഉം 3ഉം എടുത്താൽ സം 6 വരും, അത് തന്നെ തിരിച്ചു വിടാം, 3ഉം 5. പിന്നെ സം 8 വരുന്നത് 6ഉം 2ഉം 2ഉം 6ഉം 5ഉം 3ഉം 3ഉം 5ഉം. പിന്നെ ഒരെണ്ണം കൂടെ ഉണ്ട്, ഏതാണെന്ന് പറയാമോ? സം 8 വരുന്ന ഒരെണ്ണം കൂടെ ഉണ്ട്, ഏതാണ്? എനിവൺ? 4 4 എടുത്താലും സം 8 വരും. ഇതാണ് ഫേവറബിൾ കേസ് എന്ന് പറയുന്നത്. അപ്പൊ മൊത്തം എത്ര പേരുണ്ട്? അപ്പൊ പ്രോബിലിറ്റി എഴുതാലോ. പ്രോബിലിറ്റി ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട്കംസ് 36, ഫേവറബിൾ എന്താണ്? സം 8 വരുന്നത് 1 2 3 4 5 പേരുണ്ട്. 5/36 ആണ് ആൻസർ വരിക. 5/36. അപ്പൊ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ് കേട്ടോ. ഓപ്ഷൻ ബി 5/36. ഇതാണ് 5ാമത്തെ ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യൻ, 6ാമത്തെ ചോദ്യം. A coin is tossed 3 times. A coin is tossed 3 times. A coin is tossed 3 times. The probability of
the probability of getting a head once and a tail twice. Is option A 1/8, option B 1/3, option C 3/8, option D 1/2. ഓക്കെ, ഒരു കോയിൻ 3 പ്രാവശ്യം ടോസ് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ ഒരു ഹെഡും ആൻഡ് 2 ടെയിലും വരുന്ന കേസസ് എത്ര എണ്ണം ഉണ്ട് എന്നാണ് ചോദ്യം. അപ്പം ഒരു കോയിൻ 3 പ്രാവശ്യം ടോസ് ചെയ്യുകയാണെങ്കിൽ, ഒരു കോയിൻ n പ്രാവശ്യം ടോസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, n ടൈംസ് ടോസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ സാമ്പിൾ സ്പേസ് എന്ന് പറഞ്ഞാൽ 2n ആണെന്ന് പഠിച്ചിട്ടുണ്ട്. ഇവിടെ ആണെങ്കിൽ 2³ 8 എലമെന്റ്സ് ഉണ്ടാവും സാമ്പിൾ സ്പേസിൽ. ആ 8 എലമെന്റുകൾ ഏതൊക്കെയാണ് എന്ന് അറിയാമെങ്കിൽ മാത്രമേ അതിനകത്ത് പർട്ടിക്കുലർലി ഒരു ഹെഡും 2 ടെയിലും, ടെയിൽ ട്വൈസ് ആണ്. ഒരു ഹെഡ് 1 ഹെഡ് 2 ടെയിൽ. ഈ ഒരു കണ്ടീഷൻ വരുന്നത് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ സാമ്പിൾ സ്പേസ് അറിഞ്ഞിരിക്കണം. ഇപ്പൊ ടോട്ടൽ നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ സാമ്പിൾ സ്പേസ് 8 ആണെന്ന് അറിയാം. അപ്പൊ ഡിനോമിനേറ്ററിൽ 8 ആണ് വരുന്നത്. ഓക്കെ, അപ്പം ഓപ്ഷൻ എയോ ഓപ്ഷൻ സിയോ വരാനാണ് സാധ്യത. അത് നമുക്ക് ഉറപ്പിക്കാം. ഓപ്ഷൻ ഡിയും വരാൻ ചാൻസ് ഉണ്ട്, കാരണം 8ന്റെ മൾട്ടിപ്പിൾ ആണ് 2. ഇത് ഒരിക്കലും വരില്ല എന്ന് ഉറപ്പിക്കാം. ഓപ്ഷൻ ബി ഒരിക്കലും വരില്ല, കാരണം 8ന്റെ മൾട്ടിപ്പിൾ അല്ല 3. എലിമിനേഷൻ ചെയ്യണമെങ്കിൽ ഇങ്ങനെയൊക്കെ ആലോചിക്കാം. യെസ്, ഇനി അടുത്ത നോക്കിയോളൂ. നമുക്ക് സാമ്പിൾ സ്പേസ് ഒന്ന് എഴുതി നോക്കേണ്ടി വരും. 3 പ്രാവശ്യമാണ് ടോസ് ചെയ്യുന്നതെങ്കിൽ സാമ്പിൾ സ്പേസ് എഴുതാൻ ഒരു എളുപ്പവഴിയുണ്ട്. എളുപ്പവഴി എന്താണ്? മൊത്തം 8 എലമെന്റ്സ് ആണ് സാമ്പിൾ സ്പേസിൽ വരേണ്ടത്. അത് എഴുതാൻ ഒരു എളുപ്പവഴി എന്ന് പറയുന്നത് ഇങ്ങനെ എഴുതാം. ഹെഡ് 4 ഹെഡ് ഇങ്ങനെ എഴുതുക. അതിന്റെ താഴെ 4 ടെയിൽ എഴുതുക. ടെയിൽ. പിന്നെ 2 ഹെഡ് 2 ടെയിൽ, പിന്നെയും 2 ഹെഡ് 2 ടെയിൽ, പിന്നെ ഒരു ഹെഡ് ടെയിൽ, ഒരു ഹെഡ് ടെയിൽ, ഒരു ഹെഡ് ടെയിൽ, ഒരു ഹെഡ് ടെയിൽ. ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ ആ 8 എണ്ണം ഈസി ആയിട്ടും കിട്ടും. അല്ലാന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ ആലോചിച്ചിരുന്ന് എഴുതേണ്ടി വരും 8 എണ്ണം. നമ്മൾ എഴുതിയത് തന്നെ പിന്നെ എഴുതിക്കൊണ്ടൊക്കെ ഇരിക്കും, ഏതെങ്കിലും ഒരെണ്ണം വിട്ടുപോവുകയും ചെയ്യും. അങ്ങനത്തെ ഒരു കൺഫ്യൂഷനും വേണ്ട. ഈ ഒരു ട്രിക്ക് ഉപയോഗിച്ച് പെട്ടെന്ന് തന്നെ നമുക്ക് സാമ്പിൾ സ്പേസിലുള്ള 8 പേരെ ഇങ്ങോട്ട് എടുക്കാം. ഇതാണ് നമ്മുടെ സാമ്പിൾ സ്പേസ്. ഇതിനകത്ത് ഇവര് പറയുന്ന കണ്ടീഷൻ, ഇവര് പറയുന്നത് ഒരു ഹെഡും 2 ടെയിലും വരണം. അത് ആദ്യത്തെ ഓപ്ഷൻ നോക്കിയിട്ട് അവിടെ ഒരു ഹെഡ് ഉണ്ടല്ലോ, പക്ഷെ അവിടെ 3 എണ്ണം ഉണ്ട്, അങ്ങനെ പറ്റത്തില്ല. പർട്ടിക്കുലർലി 1 ഹെഡ് ആൻഡ് 2 ടെയിൽ. ആൻഡ് എന്ന് പറഞ്ഞാൽ ഇന്റർസെക്ഷൻ. 1 ഹെഡ് ഇന്റർസെക്ട്സ് വിത്ത് 2 ടെയിൽ. അങ്ങനെയുള്ളവരെ മാത്രം എടുത്താൽ മതി. അങ്ങനെയാണെങ്കിൽ വേണ്ടേ, അങ്ങനെയുള്ളവരെയൊക്കെ ഞാൻ ഒന്ന് റൗണ്ട് ചെയ്യാം. ഇത് ഓക്കെയാ. ഒരു ഹെഡും 2 ടെയിലും വേണ്ട. ഇതൊക്കെയാ സെക്കൻഡ് ലാസ്റ്റ് ഓപ്ഷൻ. അവിടെ 2 ടെയിലുണ്ട്, ഒരു ഹെഡ് ഉണ്ട്. ഓക്കെ ആണേ. ഇനി അതിന്റെ തൊട്ട് മേളിൽ കിടക്കുന്നവന് ഓക്കെയാ. അവിടെ 2 ടെയില് ഒരു ഹെഡാ. ഓക്കെ ആണേ, 2 ടെയില് ഒരു ഹെഡ്. പിന്നെ അതിന്റെ ഇവൻ ഓക്കെ, 2 ടെയില് ഒരു ഹെഡ്, 2 ടെയില് ഒരു ഹെഡ്. വേറെ ആരും ഇല്ലല്ലോ, വേറെ ആരും ഇല്ല. 2 ടെയിലും ഒരു ഹെഡും വരുന്ന വേറെ ആരും ഇല്ല. 3 പേരേ ഉള്ളൂ. അപ്പൊ മൊത്തം 8 പേരിൽ 3 പേര്. അപ്പം ഇതാണ് ഓപ്ഷൻ സി ആണ് ആൻസർ വരിക. 3/8 ആണ് ആൻസർ വരിക. പ്രോബബിലിറ്റി ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് ഫേവറബിൾ ഔട്ട്കംസ് എന്ന് പറയുന്നത് 3 ആണ്. ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട്കംസ് 8 ആണ്. സോ 3/8 ഈസ് ദ റിക്വയർഡ് പ്രോബബിലിറ്റി. 3/8 ഈസ് ദ റിക്വയർഡ് പ്രോബബിലിറ്റി. ക്ലിയർ ആണല്ലോ? 3/8 ആണ് ആൻസർ വരിക. ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്, നന്നായിട്ട് പഠിക്കുക. ഇത് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നതാണ്. ഇത് വെച്ചിട്ട് ഇത് മാത്രമല്ല ചോദിച്ചിട്ടുള്ളത്, ഇഷ്ടം പോലെ ചോദിച്ചിട്ടുണ്ട്. അറ്റ്ലീസ്റ്റ് 2 ടെയിൽ ചോദിച്ചിട്ടുണ്ട്, എക്സാക്ട്ലി 3 ടെയിൽ ചോദിച്ചിട്ടുണ്ട്, എക്സാക്ട്ലി 1 ടെയിൽ ചോദിച്ചിട്ടുണ്ട്, അറ്റ്ലീസ്റ്റ് 1 ടെയിൽ ചോദിച്ചിട്ടുണ്ട്, എക്സാക്ട്ലി 3 ഹെഡ് ചോദിച്ചിട്ടുണ്ട്, എക്സാക്ട്ലി 2 ഹെഡ് ചോദിച്ചിട്ടുണ്ട്, അറ്റ്ലീസ്റ്റ് 2 ഹെഡ് ചോദിച്ചിട്ടുണ്ട്, അറ്റ്മോസ്റ്റ് 2 ഹെഡ് ചോദിച്ചിട്ടുണ്ട്, അറ്റ്മോസ്റ്റ് 2 ടെയിൽ ചോദിച്ചിട്ടുണ്ട്.
ഇങ്ങനെയുള്ള ഒരുപാട് പോസിബിലിറ്റീസ് ചോദ്യങ്ങൾ ക്രിയേറ്റ് ചെയ്യാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണിത്. അപ്പം അതിൻ്റെതായ ഇമ്പോർട്ടൻസ് ഈ ഒരു പർട്ടിക്കുലർ ക്വസ്റ്റ്യന് കൊടുക്കണം. ഇത് പ്രീവിയസ്ലി വന്നതാണ്. ഞാനിപ്പം ഒരുപാട് ക്വസ്റ്റ്യൻസ് പറഞ്ഞു, അതിലെ 1-2 എണ്ണം പ്രീവിയസ്ലി വന്നിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ട ഒരു സംഭവമാണിത്. യെസ്. അടുത്ത 7ാമത്തെ ക്വസ്റ്റ്യൻ. if A and B are two events, comma, then probability of neither A nor B equals option A 1 minus probability of A union B, option B probability of A complement plus probability of B complement എന്ന് പറഞ്ഞാൽ ബാർ ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഓപ്ഷൻ സി 1 minus probability of A minus probability of B, option D none of these. ഓക്കെ, എയും ബിയും 2 ഇവന്റുകളാണ്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് പ്രോബബിലിറ്റി ഓഫ് നെയ്തർ എ നോർ ബി എന്നുള്ളതാണ്. നെയ്തർ എ എന്ന് പറഞ്ഞാൽ എ ഇല്ല, എ കോംപ്ലിമെന്റ്. നോർ എന്ന് പറഞ്ഞാൽ ഇന്റർസെക്ഷൻ. ബിയും ഇല്ല എന്ന് പറഞ്ഞാൽ ബി കോംപ്ലിമെന്റ്. പ്രോബബിലിറ്റി ഓഫ് എ കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ്, ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇതെന്താണ് സംഭവം? ഡി മോർഗൻസ് ലോ അല്ലെ, സെറ്റിനകത്ത് പഠിച്ചതല്ലേ? ഡി മോർഗൻസ് ലോ അനുസരിച്ച് എ കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ എ യൂണിയൻ ബി ഹോൾ കോംപ്ലിമെന്റ് ആണ്. ഇതാണ് എന്തെന്ന് പറയുന്നത്? ഡി മോർഗൻസ് ലോ എന്ന് പറയുന്നത്. പ്രോബബിലിറ്റി ഓഫ് എ കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റിന് എന്ത് കൊടുക്കാം? എ യൂണിയൻ ബി ഹോൾ കോംപ്ലിമെന്റ് കൊടുക്കാം. നമ്മൾ പഠിച്ചിട്ടുണ്ട് പ്രോബബിലിറ്റി ഓഫ് എ കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ 1 മൈനസ് പ്രോബബിലിറ്റി ഓഫ് എ ആണ്. പ്രോബബിലിറ്റി ഓഫ് എ യൂണിയൻ ബിയുടെ കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ അപ്പൊ എന്തായിരിക്കും? 1 മൈനസ് പ്രോബബിലിറ്റി ഓഫ് എ യൂണിയൻ ബി ആയിരിക്കും. 1 മൈനസ് പ്രോബബിലിറ്റി ഓഫ് എ യൂണിയൻ ബി. ഓക്കെ ആണല്ലോ? ആൻസർ ആയി അല്ലേ? ആൻസർ ആയി. ഓപ്ഷൻ എ ആണ് ആൻസർ വരിക. ഓപ്ഷൻ എ 1 മൈനസ് പ്രോബബിലിറ്റി ഓഫ് എ യൂണിയൻ ബി. ജസ്റ്റ് ഡി മോർഗൻസ് ലോ അങ്ങോട്ട് കൊടുത്താൽ ആൻസർ ആയി. ഡി മോർഗൻസ് ലോ അങ്ങോട്ട് കൊടുത്താൽ ആൻസർ ആയി. യെസ്. അടുത്ത ക്വസ്റ്റ്യൻ, 8ാമത്തെ ചോദ്യം. A person draws out 2 balls successively from a bag containing 6 red and 4 white balls. 6 red and 4 white balls. Full stop. The probability that
at least one of them will be red. At least one of them will be red is option A 78 by 90, option B 30 by 90, option C 48 by 90, option D 12 by 90. Question okay. A person draws 2 balls successively from a bag containing 6 red and 4 white balls. അപ്പോൾ നമ്മുടെ കയ്യിൽ ഒരു ബാഗ് ഉണ്ട്. ബാഗിനകത്ത് 6 റെഡ് ബോൾ ഉണ്ട്, 4 വൈറ്റ് ബോൾ ഉണ്ട്. ഓക്കെ ആണല്ലോ. അതിൽ നിന്ന് എന്ത് ചെയ്യുന്നു? സക്സസീവ്ലി അടുപ്പിച്ചടുപ്പിച്ച് 2 ബോളുകൾ അയാൾ എടുക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ഫൈൻഡ് ദ പ്രോബബിലിറ്റി ദാറ്റ് അറ്റ്ലീസ്റ്റ് വൺ ഓഫ് ദം വിൽ ബി റെഡ്. അതിലെ ഒരെണ്ണമെങ്കിലും എന്തായിരിക്കണം? റെഡ് ആയിരിക്കണം. ഓക്കെ, അതെങ്ങനെ കണ്ടുപിടിക്കാം? എന്തൊക്കെ പോസിബിലിറ്റി ഉണ്ട്? പ്രോബിലിറ്റി ഓഫ് അറ്റ്ലീസ്റ്റ് 1 എന്തായിരിക്കണം? റെഡ്. ഒരെണ്ണമെങ്കിലും റെഡ് ആയിരിക്കണം. പൂർണ്ണമായിട്ട് എന്തായി പോകരുത്? വൈറ്റ് ആയി പോകരുത്. അപ്പോൾ അതിന്റെ അർത്ഥം എന്താണ്? രണ്ടും റെഡ് കിട്ടിയാൽ സന്തോഷമേ ഉള്ളൂ അല്ലെ? ഒരെണ്ണമെങ്കിലും റെഡ് ആയിരിക്കണം എന്ന് പറഞ്ഞാൽ മൊത്തം റെഡ് കിട്ടിയാൽ ലോട്ടറി അടിച്ച പോലെ. അപ്പൊ രണ്ടും റെഡ് കിട്ടിയാൽ സന്തോഷം. ഒരെണ്ണം റെഡ് ആവാം, ഒരെണ്ണം വൈറ്റ് ആവാം. ശരിയല്ലേ? ഒരെണ്ണം റെഡ് ആവാം, ഒരെണ്ണം വൈറ്റ് ആവാം. അതായത് ആദ്യം എടുക്കുന്നത് റെഡ് ആവാം, രണ്ടാമത് എടുക്കുന്നത് വൈറ്റ് ആവാം. ആദ്യം എടുക്കുന്നത് വൈറ്റ് ആവാം, രണ്ടാമത് എടുക്കുന്നത് റെഡ് ആവാം. രണ്ടും വൈറ്റ് ആയി പോരുന്നേ ഉള്ളൂ. അപ്പൊ ഈ 3 എണ്ണമാണ് പോസിബിലിറ്റീസ്. ഓരോന്നിന്റെ പ്രോബിലിറ്റി അങ്ങോട്ട് കൊടുത്താൽ മതി. ഇത് ഇൻഡിപെൻഡന്റ് ഇവന്റ്സ് ആണ് അല്ലെ? ഒരെണ്ണം എടുക്കുന്നത് മറ്റൊന്നിനെ സ്വാധീനിക്കുന്നില്ല. അപ്പം പ്രോബിലിറ്റി ഓഫ് ആദ്യമേ എടുക്കുമ്പോഴത്തേക്കിനും റെഡ് ആവാനുള്ള ചാൻസ് എന്താണ്? മൾട്ടിപ്ലിക്കേഷൻ തിയറമിന് പ്രോബിലിറ്റി എന്നാണ് ഇത് വിശേഷിപ്പിക്കുക. ആദ്യമേ എടുക്കും. ആദ്യമേ ആ ഒരു ബോക്സിനകത്ത് 10 ബോൾ ഉണ്ട്. ശരിയല്ലേ? 10 ബോൾ ഉണ്ട്. അപ്പൊ 10 എണ്ണത്തിൽ ഒരു റെഡ് വരാനുള്ള ചാൻസ് 6 എണ്ണമാണ്. ഇൻറ്റു രണ്ടാമതും റെഡ് വരണം. ഓക്കെ ആണോ? രണ്ടാമതും റെഡ് വരണം. അപ്പൊ നിലവിൽ ആ ബോക്സിൽ എത്ര ബോൾ ഉണ്ട്? ആദ്യമേ 10 എണ്ണത്തിൽ നിന്ന് ഒരെണ്ണം എടുത്തു കഴിഞ്ഞു. ബാക്കി 9 ബോളാണ് ഉള്ളത്. ഓക്കെ, അതിൽ നിന്ന് റെഡ് വരണം. 9 എണ്ണത്തിലെ ഒരു റെഡ് ഓൾറെഡി എടുത്തു കഴിഞ്ഞു. ബാക്കി 6 റെഡിൽ 5 റെഡാണ് ബാക്കിയുള്ളത്. ആ 5 റെഡിൽ ഏതെങ്കിലും ഒരെണ്ണം രണ്ടാമത് കിട്ടാം. ഇനി അപ്പൊ ആ ഒരു പ്രോബിലിറ്റി കംപ്ലീറ്റ് ആയി. ഇനി അടുത്ത ആദ്യമേ തന്നെ റെഡ് കിട്ടാനുള്ളത്. മൊത്തം 10 ബോൾ ഉണ്ട്. അതിൽ നിന്ന് ആദ്യമേ തന്നെ റെഡ് കിട്ടാനുള്ള പ്രോബിലിറ്റി 6 ഇൻറ്റു പിന്നെ വൈറ്റ് കിട്ടാനുള്ളതാണ്. അപ്പം 10 ബോളിലെ ഒരെണ്ണം എടുത്തു, ബാക്കി 9 ബോൾ ഉണ്ട്. 9 എണ്ണത്തിൽ വൈറ്റ് വരാനുള്ള ചാൻസ് 4 പ്ലസ്. ഇനി ആദ്യമേ വൈറ്റ് വരണം. മൊത്തം 10 ബോൾ ഉണ്ട്, അതിനകത്ത് വൈറ്റ് 4. അപ്പോൾ ഒരു വൈറ്റ് എടുത്തു കഴിഞ്ഞു. 10 എണ്ണത്തിൽ ഒരു ബോൾ എടുത്തു കഴിഞ്ഞു. ബാക്കി 9 ബോൾ. ആ 9 ബോളിനകത്ത് എനിക്ക് എന്ത് വരണം? റെഡ് വരണം. റെഡ് എത്ര എണ്ണം ഉണ്ട്? 6 എണ്ണം. ഇത് ഇവാലുവേറ്റ് ചെയ്ത് കിട്ടുന്നതാണ് നമ്മുടെ ഫൈനൽ ആയിട്ടുള്ള ആൻസർ വരിക. അപ്പൊ ഡിനോമിനേറ്റർ 90 ആണ് എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. ന്യൂമറേറ്റർ നോക്കിയാൽ മതി. 5 6 30 പ്ലസ് 6 4 24 പ്ലസ് 6 4 24 എന്ത് വരും? 30 പ്ലസ് 48. 8 78/90 അല്ലെ? 78/90. ഓപ്ഷൻ എ ആണ് ആൻസർ വരിക. ഓപ്ഷൻ എ 78/90. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇതും പ്രീവിയസ് വന്ന ക്വസ്റ്റ്യൻ ആണ്. എല്ലാം പ്രീവിയസ് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. സെറ്റ് അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ, 9ാമത്തെ ചോദ്യം. ആൻഡ് ഏൺ എന്ന് പറഞ്ഞാൽ ഒരു ബാഗ് എന്നുള്ള അർത്ഥമാണ്. കണ്ടെയ്ൻസ് ആൻഡ് ഏൺ കണ്ടെയ്ൻസ് 3 red
and 5 blue balls. 3 red and 5 blue balls. Full stop. The probability that two balls are drawn in which second ball is blue without replacement is ഓപ്ഷൻ എ 5/16, ഓപ്ഷൻ ബി 5/36, ഓപ്ഷൻ സി 5/8, ഓപ്ഷൻ ഡി 20/56. എന്തുവരും? ഒരു ഏണിനകത്ത് 3 റെഡ് ബോളും 5 ബ്ലൂ ബോളും ഉണ്ട്. നോക്കിക്കേ, 3 റെഡ് ബോൾ ഉണ്ട്, 5 ബ്ലൂ ബോൾ ഉണ്ട്. നമുക്ക് 2 ബോൾസ് എടുക്കണം. കഴിഞ്ഞ ചോദ്യത്തിന് സമാനമായ ചോദ്യം, അപ്പൊ ഒരേ പാറ്റേണിലുള്ള ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ടോ? നമുക്ക് 2 ബോൾസ് എടുക്കണം. രണ്ടാമത്തെ ബോള് ബ്ലൂ ആയിരിക്കണം, റീപ്ലേസ്മെന്റ് ചെയ്യുന്നില്ല. ഓക്കെ, 2 ബോൾ എടുക്കണം, രണ്ടാമത്തെ ബോൾ ബ്ലൂ ആയിരിക്കണം. ഓക്കെ, അതെങ്ങനെയൊക്കെ സംഭവിക്കാം? പ്രോബബിലിറ്റി ഓഫ് അല്ലെങ്കിൽ ആ ഒരു ഇവന്റ് എങ്ങനെ നമുക്ക് എഴുതാൻ പറ്റും? പ്രോബബിലിറ്റി ഓഫ് സെക്കൻഡ് ബോള് ബ്ലൂ അല്ലെ? സെക്കൻഡ് ബോൾ എന്തായിരിക്കണം? ബ്ലൂ ആയിരിക്കണം. സെക്കൻഡ് ബോൾ ബ്ലൂ ആയിരിക്കണം എന്നുണ്ടെങ്കിൽ അതിന്റെ പ്രോബബിലിറ്റി നമുക്ക് എങ്ങനെ എഴുതാം? ആദ്യത്തെ ബോൾ റെഡ് ആയിട്ട് രണ്ടാമത്തെ ബോൾ ബ്ലൂ ആവാം, ശരിയല്ലേ? ആദ്യത്തെ ബോൾ റെഡ് ആയിട്ട് രണ്ടാമത്തെ ബോൾ ബ്ലൂ ആവാം, അല്ലെങ്കിൽ ആദ്യത്തെ ബോൾ ബ്ലൂ ആയിട്ട് രണ്ടാമത്തെ ബോളും ബ്ലൂ ആവാം. ഇതാണ് 2 സാധ്യതകൾ. രണ്ടാമത്തെ ബോൾ ബ്ലൂ ആവാനുള്ള 2 സാധ്യതകൾ ഇതാണ്. അതിൽ രണ്ടും ബ്ലൂ എടുക്കണം, ഒന്നില്ലേ രണ്ടാമത്തെ ബോൾ ബ്ലൂ കിട്ടണമെങ്കിൽ. ആദ്യം റെഡ് കിട്ടിയിട്ട് വേണമെങ്കിൽ രണ്ടാമത്തെ ബോൾ ബ്ലൂ കിട്ടാം, ശരിയല്ലേ? ഇതാണ് 2 സാധ്യതകൾ. മുമ്പേ ചെയ്ത പോലെ എഴുതിക്കേ. ആദ്യമേ റെഡ് വരണം. അപ്പൊ നമ്മുടെ കയ്യിൽ 8 ബോളുണ്ട്, അതിൽ നിന്ന് റെഡ് കിട്ടാനുള്ളത് 3. ഓക്കെ, ഒരെണ്ണം എടുത്തു കഴിഞ്ഞു, ബാക്കി 7 ബോളുണ്ട്, അതിൽ നിന്നും ബ്ലൂ കിട്ടാനുള്ളത്, ബ്ലൂ അപ്പോഴും തൊടാതെ വെച്ചിട്ടുണ്ട് 5 എണ്ണം. ഓക്കെ ആണല്ലോ? പ്ലസ് ആദ്യമേ ബ്ലൂ കിട്ടാനുള്ളത്, എൻ്റെ കയ്യിൽ 8 ബോളുണ്ട്, അവിടുന്ന് ബ്ലൂ കിട്ടാനുള്ളത് 5 എണ്ണം, 5 സാധ്യത, ഇൻറ്റു ഒരെണ്ണം എടുത്തു, 7 ബോളുണ്ട്, അപ്പൊ 5 ബ്ലൂ ബോളിൽ 1 ബ്ലൂ ബോൾ എടുത്തു കഴിഞ്ഞു. അപ്പൊ അടുത്ത ബ്ലൂ ബോൾ, അപ്പൊ ഒരെണ്ണം പോയി, ബാക്കി 4 ബ്ലൂ ബോളിൽ നിന്ന് വേണം നമ്മൾ ഒരെണ്ണം എടുക്കാൻ. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇതാണ് നമ്മുടെ റിക്വയർഡ് ആയിട്ടുള്ള പ്രോബബിലിറ്റി. ഡിനോമിനേറ്റർ സെയിം ആണ്, 7, 8, 56 വരും താഴെ. തന്നെ ഓപ്ഷൻ ഏകദേശം ഉറപ്പായി അല്ലേ? നമുക്ക് 56 കട്ട് ചെയ്ത് വരുന്ന ആൻസർ ഒക്കെ ആയിരിക്കാം. നോക്കാം നമുക്ക്. 56 കണ്ടുകൊണ്ട് ഓപ്ഷൻ ഡിയിലേക്ക് പോകരുത്, കട്ട് ചെയ്ത് വരുന്ന ആൻസർ ആയിരിക്കും. 15 + 20, 20 15 എത്രയാണ്? 35. 35/56. 3 കൊണ്ട് പറ്റത്തില്ല. കട്ട് ചെയ്യാൻ പറ്റൂടാ ഏതെങ്കിലും നമ്പർ കൊണ്ട്? 7 കൊണ്ട് പറ്റുമോ? 7 5 35. പറ്റും സാർ. 7 8 56. 5/8 വരും. 7 ഗുണം 5 ആണ് താഴെ, 7 ഗുണം 8 ആണ്. 7 7 പോയി കഴിഞ്ഞാൽ 5/8. ഓപ്ഷൻ സി ആണ് ആൻസർ വരിക. ഓപ്ഷൻ സി 5/8. ഓപ്ഷൻ സി 5/8. അടുത്ത ക്വസ്റ്റ്യൻ, 10ാമത്തെ ക്വസ്റ്റ്യൻ.
A random variable has the following probability distribution. The following probability distribution. A random variable has following probability distribution. X, P of X. 0, 1, 2, 3, 4, 5, 6, 7. ഇങ്ങനെ ടേബിളിൽ തരുന്ന പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷനെ വിളിക്കുന്ന പേരെന്തുവാ? ഡിസ്ക്രീറ്റ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ അല്ലേ? രണ്ട് ടൈപ്പ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഉണ്ട്. കണ്ടിന്യൂസ് പ്രോബബിലിറ്റി ഉണ്ട്, ഡിസ്ക്രീറ്റ് പ്രോബബിലിറ്റി ഉണ്ട്. ഇത് ഡിസ്ക്രീറ്റ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ആണ്. 0, 2p, p square, p cube, sorry, p2p, ഒന്നുകൂടെ നോക്കിക്കോട്ടെ. പി ക്യൂബ് അല്ല കേട്ടോ, പി ക്യൂബ് ഇല്ല, പ്രിന്റിംഗ് മിസ്റ്റേക്ക് ആണ്. 3p, p square, 2p square, 7p square, 2p. ഓപ്ഷൻ എ 1/10, ഓപ്ഷൻ ബി -1, ഓപ്ഷൻ സി -1/10, ഓപ്ഷൻ ഡി none of these. ഓക്കെ, ഒരു റാൻഡം വേരിയബിളിന്റെ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ആണ് നമുക്ക് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. നമുക്കറിയാം സിഗ്മ പി ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? എല്ലാ ഒരു ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിളിന്റെ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ആണ് നമുക്ക് ടേബിൾ ആയിട്ട് തന്നിരിക്കുന്നത്. സിഗ്മ പി ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും എന്ന് അറിയാം നമുക്ക്? 1 ആയിരിക്കും അല്ലെ? ഈ പ്രോബബിലിറ്റി ഒരു റാൻഡം എക്സ്പെരിമെന്റിന്റെ സം ഓഫ് ഓൾ പ്രോബബിലിറ്റീസ് എന്ന് പറയുന്നത് 1 ആയിരിക്കും. സിഗ്മ പി ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ 1 ആയിരിക്കും. അപ്പൊ അതനുസരിച്ച് 0 പ്ലസ് 2p പ്ലസ് p സ്ക്വയർ പ്ലസ് 3p പ്ലസ് p സ്ക്വയർ പ്ലസ് 2p സ്ക്വയർ പ്ലസ് 7p സ്ക്വയർ പ്ലസ് 2p ഇസ് ഈക്വൽ ടു 1 ആയിരിക്കും. അപ്പൊ എന്ത് വരും? 7 2 9, 9 1 10 1 11p സ്ക്വയർ. ഒന്നുകൂടെ ഒന്ന് നോക്കിക്കോട്ടെ. 2 4 ഓക്കെ. ഇവിടെ പി സ്ക്വയർ ഇല്ല കേട്ടോ, അതായത് ഈ 2ന്റെ താഴെ പി സ്ക്വയർ അല്ല, 2p ആണേ. 2p ആണ്, ഒന്ന് തിരുത്തിക്കോണേ. 2ന്റെ താഴെ 2p ആണേ, ഇവിടെ 2p വരും. നോക്കിക്കോ, അപ്പം 7p സ്ക്വയറും 2p സ്ക്വയറും കൂടെ 9p സ്ക്വയറും 9 1 10p സ്ക്വയർ വരും. ഇവിടെ 2pയും 2pയും 4p, 4 3 7p, 7 2 9p അല്ലെ? 9p പ്ലസ് 1 ഇപ്പുറം വരുമ്പോൾ -1 ഈക്വൽ ടു 0. 10p സ്ക്വയർ പ്ലസ് 9p മൈനസ് 1 ഇസ് ഈക്വൽ ടു 0. നമുക്ക് എന്ത് യൂസ് ചെയ്യാം? പ്ലസ് ഓർ മൈനസ് വേണമെങ്കിൽ യൂസ് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ സമ്മും പ്രോഡക്റ്റും എടുക്കാം. എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാം നമുക്ക്? 10p സ്ക്വയറിനെ 10p സ്ക്വയർ 9pനെ 10p മൈനസ് p എന്ന് എഴുതാം അല്ലെ? 10p എന്ന് p കുറയ്ക്കുന്നതാണ് 9p. -1 ഈക്വൽ ടു 0. ഇവിടുന്ന് 10p പുറത്തെടുത്താൽ ബാക്കി p പ്ലസ് 1, മൈനസ് പുറത്തെടുത്താൽ p പ്ലസ് 1 ഈക്വൽ ടു 0. p പ്ലസ് 1 പുറത്തെടുത്താൽ ബാക്കി 10p മൈനസ് 1 ഈക്വൽ ടു 0. അവിടുന്ന് p പ്ലസ് 1 ഈക്വൽ ടു 0 ആൻഡ് 10p മൈനസ് 1 ഇസ് ഈക്വൽ ടു 0. p ഇസ് ഈക്വൽ ടു -1 ഒരു ഉത്തരം. അത് അക്സെപ്റ്റബിൾ സൊല്യൂഷൻ അല്ല, ഇസ് നോട്ട് അക്സെപ്റ്റബിൾ. എന്തുകൊണ്ടാ? പ്രോബബിലിറ്റി കനോട്ട് ബി നെഗറ്റീവ്.
പ്രോബിലിറ്റി ഒരിക്കലും എന്താവില്ല, നെഗറ്റീവ് ആവില്ല. ബാക്കി എന്താണ്, 10p ഇസ് ഈക്വൽ ടു 1 വരും, p ഇസ് ഈക്വൽ ടു 1/10 വരും. സോ ഓപ്ഷൻ എ ആണ് ആൻസർ വരിക, 1/10. ഓക്കെ ആണല്ലോ? ഓപ്ഷനിൽ നിന്ന് വേണമെങ്കിൽ നമുക്കൊരു എലിമിനേഷൻ നടത്താം. ഇവിടെ പിയുടെ വില, പിയുടെ വാല്യൂ, പി എന്ന് പറഞ്ഞാൽ പ്രോബബിലിറ്റി അല്ല, ഈ പി ആണ് പ്രോബബിലിറ്റി, ഇവിടെ വേരിയബിൾ പി ആണ്. പക്ഷെ അത് വെച്ചുകൊണ്ട് വേണമെങ്കിൽ പറയാം, കാരണം 2p എന്ന് പറഞ്ഞാൽ ഒരു പ്രോബബിലിറ്റിയാണ്. 2 × -1 -2 ഒരിക്കലും പ്രോബബിലിറ്റി ആയിട്ട് വരില്ല. 2 × -1/10 -2/10 -1/5 ഒരിക്കലും പ്രോബബിലിറ്റി ആയിട്ട് വരില്ല. പിന്നെ ഒരു നൺ ഓഫ് ദീസിന്റെ സാധ്യത മുന്നിൽ കിടക്കുന്നുള്ളത് കൊണ്ട് മാത്രം നമ്മൾ എന്ത് ചെക്ക് ചെയ്ത് നോക്കണം, ഇതൊന്ന് ചെയ്ത് നോക്കണം. പരീക്ഷയ്ക്ക് തീരെ സമയമില്ല എന്നുണ്ടെങ്കിൽ നൺ ഓഫ് ദീസ് ഒഴിവാക്കിക്കൊണ്ട് ഓപ്ഷൻ നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. യെസ്, ഇപ്പം നമ്മൾ 10 ക്വസ്റ്റ്യൻസ് ആണ് സോൾവ് ചെയ്തത്. പ്രോബബിലിറ്റിയിൽ പ്രീവിയസ് പരീക്ഷയ്ക്ക് വന്ന 10 ക്വസ്റ്റ്യൻസ്. നന്നായിട്ട് ചെയ്ത് പഠിക്കേണ്ട ഒരു ടോപ്പിക്കാണ് പ്രോബബിലിറ്റി. മനസ്സിലാക്കി പഠിച്ചു കഴിഞ്ഞാൽ ഈസി ആയിട്ട് മാർക്ക് മേടിക്കാവുന്ന ടോപ്പിക്കാണ്. ഇപ്പോഴത്തെ ഡിലീറ്റഡ് ടോപ്പിക്സ് മാറ്റി നിർത്തി കഴിഞ്ഞാൽ കണ്ടീഷണൽ പ്രോബബിലിറ്റി, ഇൻഡിപെൻഡന്റ് ഈവൻസ്, സാമ്പിൾ സ്പേസ്, മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഈവൻസ്, അങ്ങനെയുള്ള ടോപ്പിക്സിന് മുൻഗണന കിട്ടും. അത് അവിടുന്ന് തന്നെ ധാരാളം ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് കിട്ടുകയും ചെയ്യും. അവിടെ തന്നെ ഏറ്റവും പ്രാധാന്യാർഹിതമായിട്ട് നോക്കേണ്ടത് ബേസ് തിയറം ആണ്. ബേസ് തിയറം വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ഉറപ്പായിട്ടും പരീക്ഷയ്ക്ക് വരും. ഓക്കെ, സോ അപ്പൊ നമുക്കിനി നെക്സ്റ്റ് ക്ലാസ്സിൽ ബാക്കി കണ്ടിന്യൂ ചെയ്യാം. അടുത്ത ഒരു പുതിയ ചാപ്റ്ററിൽ നിന്നുള്ള ഇതേപോലെയുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കാം. ഓക്കെ, താങ്ക് യു. Thank you, sir. Thank you, sir. Thank you. Yeah.